വോട്ടിംഗ് യന്ത്രങ്ങൾ വ്യാപകമായി തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് തടസ്സപ്പെട്ട മലപ്പുറം, തൃശൂർ ജില്ലകളിൽ റീപോളിംഗ് ആരംഭിച്ചു. മലപ്പുറത്ത് 105 ബൂത്തുകളിലും തൃശൂരിൽ 9 ബൂത്തുകളിലുമാണ് റീപോളിംഗ്. അതിനിടയിൽ മലപ്പുറത്ത് 3 റീപോളിംഗിനിടയിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സ്വാലിഹ്, ആദ്യ മണിക്കൂറിൽ എങ്ങനെയാണ് റീപോളിംഗ് നടന്നിടത്ത് ഈ 105 ബൂത്തുകളിൽ പോളിംഗ് നിലവാരം ശതമാനം? അരുൺ, മലപ്പുറം ജില്ലയിൽ 105 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ റീപോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 39% വരെ പോളിംഗ് പെർസെൻറ്റേജ് എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതായാലും രാവിലെ മുതൽ പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്നലെ വോട്ട് ചെയ്യാൻ സാധിക്കാത്തവരെ മുഴുവൻ ഇന്ന് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും അണികളെല്ലാം ചേർന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തിരക്ക്, അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വലിയ തിരക്ക് ഓരോ കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും പ്രധാനമായും ഇത്തരത്തിൽ റീപോളിംഗ് നടക്കുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന ചില പഞ്ചായത്തുകളിലാണ്. ഇവിടെയാണ് വോട്ടിംഗ് യന്ത്രം വ്യാപകമായി തകരാറിലായതും. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു അട്ടിമറി സംശയം വരെ ഉയർന്നു വന്നത്. പ്രചാരണ ഘട്ടത്തിലെല്ലാം ഈ പ്രദേശങ്ങളിൽ വലിയ വീറും വാശിയും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പരമാവധി ആളുകളെ, തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ പരമാവധി ചെയ്യിക്കാൻ ഓരോ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് വലിയ ഒരു പോളിംഗ് ശതമാനവും കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ തന്നെ 76% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 2010 മലപ്പുറം ജില്ലയിലെ പോളിംഗ് ശതമാനം 80 ആയിരുന്നുവെങ്കിൽ ഏകദേശം അതിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം മലപ്പുറത്ത് വലിയൊരു പോളിംഗ് ശതമാനം തന്നെ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞ മലപ്പുറം ജില്ലയുടെ ഒരു ചരിത്രത്തിൽ അത് UDFന് അനുകൂലമാവാനുള്ള ഒരു സാധ്യതയാണ് വിലയിരുത്തുന്നത്. ഏതായാലും കഴിഞ്ഞ 2010 മലപ്പുറം ജില്ലയിലെ 100 പഞ്ചായത്തുകളിൽ 92 UDFന് മേൽക്കൈ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പക്ഷപാതപരമായ, വിവേചനപരമായ വികസന നയങ്ങളും അതുപോലെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങളുമെല്ലാം LDFന് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ 3 നഗരസഭകളും 30 മുതൽ 40 വരെ പഞ്ചായത്തുകളിലെങ്കിലും 2005 തിരിച്ചു വരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ LDF കേന്ദ്രങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും റീപോളിംഗ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ജില്ലാ കലക്ടർക്ക് വീഴ്ച പറ്റിയെന്ന ജില്ലയിലെ മുഴുവൻ കക്ഷി നേതാക്കളും ആരോപിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കലക്ടറെ ഉപരോധിക്കുന്ന സാഹചര്യം വരെയുണ്ടായി. സാങ്കേതിക വിദഗ്ധന്മാരെ നിയമിക്കുന്നതിൽ 4 പേരെ മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ആകെ ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകുന്നതിലും കലക്ടർ വീഴ്ച വരുത്തിയതാണ് മലപ്പുറം ജില്ലയ്ക്ക് ഇത്രയൊരു ആക്ഷേപപരമായ ഒരു നടപടിയിലേക്ക്, ആക്ഷേപപരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയതെന്നാണ് വിലയിരുത്തുന്നത്. അരുൺ, മലപ്പുറത്ത് നിന്ന് KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകുന്നത്. ഇനി ദിൽജിത്ത് ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരിൽ 9 ബൂത്തുകളിലാണ് റീപോളിംഗ് നിലവിൽ നടക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി CG ദിൽജിത്ത്, ആദ്യ മണിക്കൂറിൽ എങ്ങനെയാണ് പോളിംഗ് ശതമാനം? വലിയ ജനപങ്കാളിത്തം റീപോളിംഗിലും നിലവിൽ അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായും അരുൺ, ഇപ്പോൾ 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനം 40% അടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇപ്പോൾ ജില്ലയിലെ 9 പോളിംഗ് ബൂത്തുകളിലും കനത്ത വോട്ടെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 9 കേന്ദ്രങ്ങളും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ മണിക്കൂറുകളോളം കാത്തുനിന്ന് വോട്ട് ചെയ്യാനാവാതെ മടങ്ങിയ ആളുകൾ തന്നെയാണ് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ജില്ലയിൽ 60ഓളം കേന്ദ്രങ്ങളിലാണ് യന്ത്രത്തകരാറ് മൂലം വോട്ടെടുപ്പ് ആദ്യഘട്ടത്തിൽ മുടങ്ങിയിരുന്നത്. തുടർന്ന് പരാതികളെ തുടർന്നു വിദഗ്ധരുടെ സഹായത്തോടു കൂടി തന്നെ യന്ത്രങ്ങൾ മാറ്റി നൽകിയും പുനഃക്രമീകരണം നടത്തിയും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ വോട്ടെടുപ്പ് നടത്താനായെങ്കിലും ആദ്യഘട്ടത്തിൽ 4 കേന്ദ്രങ്ങളിലും പിന്നീട് 5 കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ വോട്ടെടുപ്പ് പൂർണ്ണമായി മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് ഇത്തരത്തിൽ 9 കേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്തുന്നതിനുള്ള ശുപാർശ ജില്ലാ കളക്ടർ മുമ്പോട്ട് വയ്ക്കുന്നത്. തുടർന്ന് രാത്രിയോടുകൂടി തന്നെ ഇത്തരത്തിൽ 9 കേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്താനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഉച്ചയ്ക്ക് മുമ്പായി 4 കേന്ദ്രങ്ങൾ, അരിമ്പൂർ പഞ്ചായത്തിലെ 2 കേന്ദ്രങ്ങളിലും പഴയന്നൂർ, തിരുവില്ലാമല എന്നിവിടങ്ങളിലെ ഓരോ കേന്ദ്രങ്ങളിലും വോട്ടെടുപ്പ് റീപോളിംഗ് വേണ്ടിവരും എന്ന കാര്യം ജില്ലാ കളക്ടർ A കൗശികൻ റിപ്പോർട്ട് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഈ റിപ്പോർട്ട് പരിശോധിച്ച് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇത്തരത്തിൽ ഈ 4 കേന്ദ്രങ്ങളിൽ വോട്ടെടുപ്പ് റീപോളിംഗ് നടത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് വൈകിട്ട് പിന്നീടും ആദ്യഘട്ടത്തിൽ ഈ റീപോളിംഗ്
പോളിംഗ് തടസ്സപ്പെട്ട് യന്ത്രങ്ങൾ മാറ്റി നൽകിയ കേന്ദ്രത്തിൽ വീണ്ടും ഇത്തരത്തിൽ യന്ത്രത്തക്കാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും 5 കേന്ദ്രങ്ങളിൽ കൂടി വോട്ടെടുപ്പ് റീപോളിംഗ് നടത്തേണ്ടി വരുമെന്ന കാര്യം ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് നൽകാനായതുകൊണ്ട് തന്നെയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഈ റീപോളിംഗിനുള്ള പ്രഖ്യാപനം വരാൻ ഏറെ വൈകിയിരുന്നുവെങ്കിൽ കൂടിയും ഇതിനുള്ള ക്രമീകരണങ്ങൾ ജില്ലാ തലത്തിൽ നടത്താനായത് ഏറെ സഹായകമായി. ഏതായാലും ഇപ്പോൾ 9 കേന്ദ്രങ്ങൾ മാത്രമാണ് തൃശ്ശൂരിൽ റീപോളിംഗ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം തന്നെ പോളിംഗ് മുടങ്ങാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ കയ്പമംഗലം ബൂത്തിൽ ഈ പോളിംഗ് യന്ത്രത്തിന് വീണ്ടും തകരാർ കണ്ടെത്തിയിരുന്നു. രാവിലെ 1 മണിക്കൂറോളം പോളിംഗ് തടസ്സപ്പെട്ടിരുന്നു. തുടർന്നാണ് ഈ യന്ത്രത്തിൻ്റെ തകരാറുകൾ പരിഹരിക്കാൻ കാരണം എല്ലാ കേന്ദ്രങ്ങളിലും തന്നെ സാങ്കേതിക വിദഗ്ധരും പകരം സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായതുപോലെയുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ അവസാനഘട്ട പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഈ സ്ഥാനാർത്ഥിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടുവരുന്നത്. ഏതായാലും ഇപ്പോൾ പോളിംഗ് 40% അടുത്തുകൊണ്ടിരിക്കുന്നു. ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർഡുകളിൽ എല്ലാം തന്നെ റീപോളിംഗ് നടക്കുന്ന വാർഡുകളെല്ലാം തന്നെ ഗ്രാമീണ മേഖലകളിൽ ആണ് എന്നതുകൊണ്ട് തന്നെ ഏറെ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ വാർഡുകളിലേക്കുള്ള ഫലത്തെ ഒട്ടാകെ ഫലം നിർണ്ണയിക്കുന്നതിൽ നിർണായക ശക്തികളായ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളെയും തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ നിന്ന് ആളുകളെ വോട്ടെടുപ്പിനെ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും. ഏതായാലും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പോളിംഗ് 40% അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ദിൽജിത്താണ് വിവരങ്ങൾ നൽകുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എസ് ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, നിലവിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ്? പ്രത്യേകിച്ച് ഈ ബാലറ്റ് യൂണിറ്റിലായിരുന്നു പ്രശ്നം, കൺട്രോൾ യൂണിറ്റിലായിരുന്നില്ല എന്ന് ഇലക്ഷൻ കമ്മീഷണർ കെ ശശിധരൻ നായർ ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ പ്രശ്നത്തെ അങ്ങേയറ്റം നിസാരവൽക്കരിച്ചതിൽ വലിയ തോതിലുള്ള അസംതൃപ്തിയും അതൃപ്തിയും പ്രകടമാക്കുകയും ചെയ്തിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. ഏത് തരത്തിലുള്ള അന്വേഷണമാണ്, തുടരന്വേഷണമാണ് ഇക്കാര്യത്തിലുള്ളത്? അവിടെ നമുക്ക് എന്താണ് ലഭിക്കുന്ന വിവരം? അരുൺ, ഏതായാലും ഇതിൽ ഇതുവരെയും ഏത് രീതിയിലൊരു അന്വേഷണം നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇനിയും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഇന്നത്തെ റീപോളിംഗ് സുഗമമായ രീതിയിൽ പുരോഗമിക്കണം, അതിനുശേഷമാകും ഒരു അന്വേഷണം ഏത് രീതിയിൽ അത് വേണം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ യന്ത്ര തകരാറ്, അത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇത്രയും ഏറെ യന്ത്രങ്ങൾ ഒരുമിച്ച് തകരാറിലാകുന്നതും. അതും 310ഓളം ബൂത്തുകളിലാണ് ഇത്തരത്തിൽ യന്ത്ര തകരാറുകൾ കണ്ടെത്തിയിരുന്നത്. അതിൽ ചില പകുതിയോളം ബൂത്തുകളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു. അതിനുശേഷമാണ് 114 ബൂത്തുകളിൽ ഇന്നിപ്പോൾ റീപോളിംഗ് നടക്കുന്നത്. ഈ റീപോളിംഗ് നടക്കുന്ന കേന്ദ്രങ്ങളിൽ പോലും ഇന്ന് 3 ബൂത്തുകളിൽ നിന്നും ഇത്തരത്തിൽ യന്ത്ര തകരാർ വീണ്ടും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇവിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ടത് മാത്രമാണെന്നും അവിടങ്ങളിലെല്ലാം തന്നെ റീപോളിംഗ് വീണ്ടും പുനരാരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ ഒരു വലിയ വീഴ്ചയുണ്ടായത് കളക്ടറുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്നൊരു നിലപാടിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടപ്പോൾ അത് വൈകിയാണ് അദ്ദേഹം റിപ്പോർട്ട് നൽകിയതും അതിൽ വ്യക്തതയില്ലായിരുന്നു എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പ്രത്യേകിച്ചും അതിനുശേഷം ഉദ്യോഗസ്ഥരിൽ നിന്നും ആയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത അതൃപ്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമാകും വ്യക്തമാകുക. പോലീസിന്റെ ഭാഗത്ത് നിന്നും പോലീസിൻ്റെതായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഇന്നത്തെ റീപോളിംഗ് കൂടി കഴിഞ്ഞ ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി ഈ വിഷയത്തിൽ ഏത് രീതിയിലൊരു അന്വേഷണം നടത്തും എന്നതിനെ കുറിച്ചൊരു തീരുമാനമുണ്ടാകും എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. ഏതായാലും ഇന്നിപ്പോൾ റീപോളിംഗ് നടക്കുന്ന കേന്ദ്രങ്ങളിൽ 114 ബൂത്തുകളിലും മികച്ച രീതിയിൽ തന്നെ കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം 3.5 മണിക്കൂറുകൾ പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ 32.4% പോളിംഗാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ 27.97% പോളിംഗും ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ലഭിക്കുന്ന ഔദ്യോഗിക കണക്ക്. അരുൺ, സ്വാലിഹ് ഒരിക്കൽ കൂടി മലപ്പുറത്ത് നിന്ന്. സ്വാലിഹ്, ഈ സൗഹൃദ മത്സരം, അതായത് കോൺഗ്രസും ലീഗും സൗഹൃദ മത്സരം നടത്തുന്ന പ്രദേശങ്ങളിലല്ലേ ഈ റീപോളിംഗ് കൂടുതലായും ഉണ്ടായത്? അവിടെ നിലവിൽ വലിയ അളവോളം വോട്ടിംഗ് നില പുരോഗമിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിലവിൽ അവിടെ നിന്നുള്ള മുന്നണികൾ വിലയിരുത്തുന്നത്? കാരണം ആർക്കനുഗുണമാകും ഈ പോളിംഗ് ശതമാനം ഉയരുന്നതെന്നാണ് കരുതുന്നത് നിലവിൽ?
അരുൺ, മലപ്പുറം ജില്ലയിൽ 24 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി നഗരസഭയിലും അതുപോലെ കാളികാവ് ബ്ലോക്ക് ഡിവിഷനിലുമാണ് കോൺഗ്രസും ലീഗും നേർക്കുനേർ മത്സരിക്കുന്നത്. പ്രചരണ രംഗത്തെല്ലാം വലിയ വീറും വാശിയുമോടെയായിരുന്നു ഇരു പാർട്ടികളും ഇറങ്ങിയിരുന്നത്. പ്രധാനമായും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള മേഖലകളിൽ അതല്ലെങ്കിൽ കോൺഗ്രസിന് ആധിപത്യമുള്ള മേഖലകളിലെല്ലാം ഇരു പാർട്ടികളും തമ്മിൽ വലിയ വൈരം വളരെ കാലമായി നിലനിൽക്കുന്നതാണ്. ആര്യാടനും മുസ്ലിം ലീഗുമായും എല്ലാമുള്ള കുടിപ്പകയുടെ ഒരു തുടർച്ചയാണ് ഇത്തരത്തിൽ വലിയ വിഭാഗീയത മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കുന്നത്. ഇത് പരിഹരിക്കാൻ നേതൃതലത്തിലെല്ലാം ഒട്ടനവധി ഒരുപാട് തവണ ശ്രമിച്ചെങ്കിലും ഒരു രമ്യതയിലെത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഏതായാലും നേരിൽ മത്സരിക്കുന്ന പല പഞ്ചായത്തുകളും കഴിഞ്ഞ 2010 ഇതേപോലെ മത്സരം നടന്നതാണ്. ഇരു പാർട്ടികളും നേർക്കുനേർ മത്സരിച്ചിരുന്നതാണ്. 4 പഞ്ചായത്തുകൾ റീപോളിംഗ് നടക്കുന്ന 4 പഞ്ചായത്തുകളിലും അതിലേറ്റവും കൂടുതൽ ബൂത്തുകളുള്ളത് വണ്ടൂരാണ്. വണ്ടൂർ ഉൾപ്പെടെയുള്ള 4 പഞ്ചായത്തുകളിൽ ഇരു പാർട്ടികളും നേർക്കുനേർ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ, ആർക്കായിരിക്കും ഇത് ഗുണം ചെയ്യുക എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം വലിയ വാശി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇരു പാർട്ടികളും മുഴുവൻ വോട്ടർമാരെയും അതത് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ ഉറപ്പാക്കുന്നുണ്ട് ഇരു പാർട്ടികളും. അതുകൊണ്ട് ഇത് ആർക്ക് ഗുണം ചെയ്യുമെന്ന് നമുക്ക് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിൽ പോലും മലപ്പുറത്ത് ഇത് നിലമ്പൂർ മേഖലകളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിലെല്ലാം കോൺഗ്രസിനായിരിക്കും ഇത് ഗുണം ചെയ്യുക. അതേസമയം മലപ്പുറം നഗരഭാഗങ്ങളിലേക്ക് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഭാഗങ്ങളിൽ മുസ്ലിം ലീഗിനാണ് പോളിംഗ് ശതമാനം കൂടുന്നത് ഗുണം ചെയ്യുക. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇരു പാർട്ടികളും തമ്മിലുള്ള തർക്കങ്ങളും തുടരുമെന്നതിൻ്റെ ഒരു സൂചന ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അരുൺ, ദിൽജിത്ത്, അതായത് ആദ്യ മണിക്കൂറുകളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് അതായത് ഏകദേശം ഈ സമയത്തോട് അടുത്തിരുന്നു. നിലവിൽ 2 സമയം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴുള്ള പോളിംഗ് ശതമാനത്തിലെ വർധന എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഒരു വിമുഖതയൊന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലല്ലോ. ആ തരത്തിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ടോ നിലവിൽ? സമയം കാത്തുനിന്ന് വോട്ട് ചെയ്യാനാവാതെ മടങ്ങിയ ആളുകൾ തന്നെയാണ് ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്താനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 9 ബൂത്തുകളിൽ മാത്രമാണ് പോളിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ, ഇന്നലത്തെ അപേക്ഷിച്ച് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇത്തവണ വോട്ട് ചെയ്യാനായി ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് ഏറ്റവും പെട്ടെന്ന് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ഇന്നലത്തെ പോലെ തന്നെ ജില്ലയിൽ ആകെയുള്ള പോളിംഗ് ശതമാനമല്ല, ഈ 9 ബൂത്തുകളിലെ പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നത് കാണാനാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വളരെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇന്നലെ മണിക്കൂറുകളോളം കാത്തുനിന്ന ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അരിമ്പൂരിലെ കുന്നത്തങ്ങാടി പോളിംഗ് ബൂത്തിൽ ഉൾപ്പെടെ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് ആളുകൾ മടങ്ങിയത്, വോട്ട് ചെയ്യാനാവാതെ മടങ്ങിയത്. എന്നാൽ ആ ഒരു വിമുഖതയൊന്നും കൂടാതെ തന്നെ ഇപ്പോൾ എല്ലാവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. ഇന്നലെ തൃശ്ശൂരിൽ നിന്നൊപ്പം KT സ്വാലിഹ്, മലപ്പുറത്ത് നിന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജയുമാണ് വിവരങ്ങൾ നൽകുന്നത്. മികച്ച പോളിംഗ് ശതമാനം തന്നെയാണ് ഈ 114 ഇടങ്ങളിലും നിലവിൽ രേഖപ്പെടുത്തുന്നത്.